Good evening, ma'am. Good evening. Good evening, miss. Good evening. എന്നെ കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ? പറ്റുന്നുണ്ട് മിസ്. എനിക്ക് കാണുന്നില്ല മാം, മിസ്സിനെ കാണുന്നില്ല. ജോലി വർഗീസിനെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, മിസ്സിനെ കാണുന്നില്ല, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് ലീവായിട്ട് ജോയിൻ ചെയ്ത് റീജോയിൻ ചെയ്തേ. ഓക്കെ മാം, ഓക്കെ മാം, താങ്ക് യു. മിസ്സിനെ എനിക്ക് നടുക്കാ കാണുന്നേ, മിസ് പിൻ ചെയ്തില്ലായിരുന്നോ? ഞാൻ ഒരു മിനിറ്റ് ഇട്ട്, ഞാൻ ക്യാമറ ഞാൻ ഇരിക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് ഹൈറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. നേരത്തെ ശരിയാക്കാം, ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് ഈവനിങ് മാം. മാം, ഞാൻ ലീവായിട്ടൊക്കെ നോക്കി, പക്ഷെ ഇപ്പോഴും മാമിനെ കണ്ടിട്ടില്ല കേട്ടോ. നീ ലീവാക്കി നോക്കണോ മാം? ഒരു പ്രാവശ്യം ലീവാക്കി നോക്കി. ഇല്ല, ഇപ്പൊ മാമിനെ കാണാൻ പറ്റുന്നില്ല ആർക്കും. എനിക്കും കാണാൻ പറ്റുന്നില്ല. മാം ക്യാമറ ഓഫ് ചെയ്തേക്കുവാണ് ഇപ്പോൾ. ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? കാണാം. കണ്ടില്ല കാണാമോ? ഇതുവരെ. ഇന്ന് ജിഷ മിസ് അല്ലേ? ഇന്ന് ശനിയാഴ്ചയാണോ? അശ്വതിയാണ്. കാണാം കാണാം. അല്ല, ഇന്ന് ജിഷ മിസ് അല്ലേ എന്നാ ചോദിച്ചു. ഇന്ന് ജിഷ മിസ് അല്ലേ? ഇന്നത്തെ ദിവസം ഞാൻ അത് കണ്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണെന്ന്. മാമിന് വിഷാംശത്തിന് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്രൈഡേ മിസ് കുറച്ച് തിരക്കായിരുന്നു. അല്ല, സാറ്റർഡേ, അതുകൊണ്ടാണ് സാറ്റർഡേ വന്ന് ഞാൻ എടുത്തത്. മിസ്സിന് ഫ്രൈഡേ കൊടുത്തു. എന്റെ ക്ലാസ് ആണ് ഫ്രൈഡേ കേട്ടോ. ഞാൻ ഇതുവരെ പക്ഷെ ഫ്രൈഡേ വന്നിട്ടില്ല, ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, വൺ സെക്കൻഡ്, ഞാൻ ഇനി ലീവ് ആക്കണോ? ലീവ് ആക്കിയിട്ട് നോക്കി, പക്ഷെ മിസ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താണോ ജോലി പ്രശ്നം? അറിയില്ല മാം, ഐ ഡോണ്ട് നോ. എന്തെങ്കിലും ഇഷ്യൂ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളോട്? ഇല്ല മാം. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ടോപ്പിക് ഒന്നും തന്നിരുന്നില്ല മാം. ടോപ്പിക് തന്നില്ല അല്ലേ? ഞാൻ ടോപ്പിക് തരാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും ചിലപ്പോ. അടുത്ത ക്ലാസ്സിൽ സെമിനാർ പ്രിപ്പയർ ചെയ്തോണ്ട് വരാം കേട്ടോ. കൺട്രോൾ ഓഫ് കോർഡിനേഷൻ, സോറി ഒരു മിനിറ്റ്. കോർഡിനേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് ഒരാള് ചെയ്യാം. കോർഡിനേഷൻ മാനേജ്മെന്റ് ആരാ ചെയ്യാം? മാം പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ടെക്സ്റ്റ് ഇല്ല. പേജ് 41 ആണ് കേട്ടോ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അനിമ KM. കോർഡിനേഷൻ മാനേജ്മെന്റ് കേട്ടോ. അനിമ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി അടുത്തത് കോർഡിനേഷൻ ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആരാ ചെയ്യാ? ഞാൻ ചെയ്യാം മിസ്. രഞ്ജിനി മോഹൻദാസ്. ഞാൻ പേരൊന്നും എഴുതി വെക്കുന്നില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ സ്വയമേ പറയാ, ഞാൻ ചെയ്യാമെന്ന് പറയാം. ഞാനാണ് പറഞ്ഞതെന്ന് പറയാ കേട്ടോ. ചെയ്യാനായിട്ട് പറഞ്ഞത് ഞാൻ തന്നെയാണെന്ന് പറയാം. ഓക്കെ, പേര് എഴുതി വെക്കുന്നില്ല.
അടുത്തത് കൺട്രോൾ ഓഫ് കോർഡിനേഷൻ. ഞാൻ ചെയ്യാം മാം. കൺട്രോൾ ഓഫ് കോർഡിനേഷൻ വരുന്നത് കുറച്ച് വലുതാണത്. ഇതിനകത്ത് എലമെന്റ്സ് ഓഫ് കോർഡിനേഷനും ഫേസ് ഓഫ് കോർഡിനേഷനും വരും കേട്ടോ. കൺട്രോൾ ഓഫ് കോർഡിനേഷനില് വലിയ ഭാഗമാണത്. കണ്ടോ? എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ, ഫേസ് ഓഫ് കോർഡിനേഷൻ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം, അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, രസ്നയാണോ പറഞ്ഞത്? മാം ഞാൻ ചെയ്യാം. ഓക്കെ. Then growth and development. ഞാൻ ചെയ്യാം മിസ്സേ. ഞാൻ ചെയ്യാം. ദിവ്യ ദീപു ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ. ഓക്കെ. എത്ര പേരാ പറഞ്ഞത് മൊത്തം? 4 പേരോ? 4 പേരല്ലേ? ബാക്കിയുള്ളവർക്ക് ഞാൻ ടോപ്പിക്സ് തരാം കേട്ടോ. മാം ഇത് എനിക്ക് മാത്രമുള്ള പ്രോബ്ലം ആണോ മാം ഈ കാണാതിരിക്കുന്നത്? എന്താണ് ജോലി? മാമിനെ ഞാൻ ഇതുവരെയും കണ്ടു കിട്ടുന്നില്ല, എനിക്ക് മാത്രം. ചോദിക്കട്ടെ, ഞാനൊന്ന് ഇവിടെ ചോദിക്കട്ടെ കേട്ടോ. ഫുൾ സ്ക്രീന് നോക്കൂ, ഫുൾ സ്ക്രീന് നോക്കൂ. ഞാനെല്ലാം എനിക്ക് പറ്റുന്ന പോലൊക്കെ ചെക്ക് ചെയ്ത് എന്നിട്ട് കിട്ടുന്നില്ല. ജോലി അത് നെറ്റിന്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലിക്ക് കാണുന്നുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് പ്രെയർ ചെയ്യാനെങ്കിലും. ഓക്കെ, തന്നെ ചെയ്തോളൂ. Good evening, ma'am. Tamanna from Trivandrum. Prayer. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. Oh, wonderful love. Thank you, ma'am. Thank you. ഓക്കെ, നൈസ്. ഇപ്പൊ കണ്ടു കേട്ടോ മാം, ഇപ്പൊ കണ്ടു. സമാധാനമായില്ലേ? സമാധാനമായി. ഓക്കെ. ഹലോ മാം. അനിമ. മാം സെമിനാർ അടുത്ത ഫ്രൈഡേക്കല്ലേ? അതെ അതെ, അടുത്ത ഫ്രൈഡേ ഞാൻ പറഞ്ഞതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വരിക. നന്നായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. 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 നമ്മള് ഹെഡ് മാസ്റ്ററെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നു മാം. പറഞ്ഞിരുന്നു. ടീച്ചറെ കുറിച്ചോ? ഇല്ല 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 ഇല്ല, അതാ എടുക്കേണ്ടത്. അതാണ് എടുക്കുന്നത് അല്ലെ? വായിച്ചോ നിങ്ങളത്? റീഡ് ചെയ്തായിരുന്നോ? റീഡ് ചെയ്തോളൂ കേട്ടോ. ടീച്ചർ റീഡ് ചെയ്തോളൂ. ദെൻ ടീച്ചിങ് മെത്തേഡ്സ്, ഗുഡ് എൻവയൺമെന്റ്. ആ പേജ് ഫുൾ ഒന്ന് റീഡ് ചെയ്തോളൂ, എന്നിട്ട് തമ്പി ചെയ്താൽ മതി കേട്ടോ. മാം പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ 39.
ഈസി ആണ് കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ അറിയില്ല നിങ്ങൾ വായിച്ചു കഴിഞ്ഞു എന്നുള്ളത്. കഴിഞ്ഞു. ഓക്കെ. ടീച്ചറെ കുറിച്ച് എന്താ പറയാനുള്ളത് തമന്ന? സ്കൂളിലെ ടീച്ചറിന്റെ പങ്ക് എന്താണ്? സ്റ്റുഡൻസുമായിട്ട് എന്താണ് അവരുടെ പ്രധാനപ്പെട്ട റോള് എന്ന് പറയാമോ തമന്നയ്ക്ക്? ഇത് വായിച്ചിട്ട് എന്താ മനസ്സിലായി? കൂടുതൽ കാര്യങ്ങൾ പറയാട്ടോ. മാം കേക്കാവോ? ആ കേക്കാം. എനിക്ക് സ്ക്രീൻ പോയി PDF കണ്ടോണ്ടിരുന്ന സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല, സ്മാർട്ട് ഈസ് പ്രസന്റിംഗ് എന്ന് കാണിച്ചിട്ട് ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് എന്ത് പറ്റി? ഓക്കെ ഓക്കെ, സാരില്ല സാരില്ല, ഞാൻ തന്നെ പറയാം കേട്ടോ. ടീച്ചർ എന്ന് പറഞ്ഞാല് ഒരു സ്കൂളിന്റെ ക്രിയേഷനില് അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ രൂപീകരണത്തില് പ്രധാനപ്പെട്ട സോറി ഞാൻ ഹെഡ് മാസ്റ്റർ ആണ് പറഞ്ഞത്. ടീച്ചർ എന്ന് പറഞ്ഞാല് ഒരു സ്റ്റുഡന്റിന്റെ ഡിസിപ്ലിനിലും അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ ക്യാരക്ടർ ഫോർമേഷനിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടം ഒന്ന് ഓർത്തെടുത്താൽ മതി. നിങ്ങളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങൾക്ക് റോൾ മോഡൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണോ? ശരിയാണ് മാം, ശരിയാണ്. ശരിയാണ് അല്ലേ? നിങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷനിൽ നിങ്ങൾ റോൾ മോഡൽ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ടീച്ചർ എന്തായാലും പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചിട്ടുണ്ടാവും. കുറച്ചെങ്കിലും ആ ടീച്ചറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും നിങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷനിൽ. അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ക്ഷമ, പേഷ്യൻസ് ഉള്ള ആളായിരിക്കും. അതുപോലെ തന്നെ നീതിബോധം, അതായത് എല്ലാവരെയും ഒരുപോലെ കാണുക, ഈക്വൽ ആയിട്ട് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുക, ആ ഒരു രീതിയിലായിരിക്കും ടീച്ചർ ഉണ്ടാവുക. പിന്നെ ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയും കൂടിയായിരിക്കും ടീച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ടീച്ചറിന്റെ എന്താ പറയാ ഒരു മോഡലായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാ കുട്ടികളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു. ചിലപ്പോ ചില ആളുകൾക്ക് കൂടുതലായിട്ടുള്ള പ്രിഫറൻസ് കൊടുത്തേക്കാം. എന്നിരുന്നാലും ഒരു ക്ലാസ് റൂമിലൊക്കെ ഒരു ക്ലാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള കാര്യങ്ങളാണ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? അതുപോലെ തന്നെ ക്ഷമയുണ്ട്. പെട്ടെന്നൊന്നും ചൂടാവുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ദേഷ്യം പിടിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടീച്ചർ ചെയ്യില്ല. നല്ലോണം ക്ഷമിച്ച്, നമ്മൾ അമ്മയെ പോലെ തന്നെ ക്ഷമിച്ച് നിൽക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സും ടീച്ചർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധി കൂടുതലായിരിക്കും. ബുദ്ധി ഇല്ലാത്തവരെ പിടിച്ചൊന്നും നമ്മൾ ആരാക്കില്ല, ടീച്ചേഴ്സ് ആക്കില്ല. ശരിയാണോ? ബുദ്ധി ഉണ്ടോ ടീച്ചർമാർക്ക്? എല്ലാ ടീച്ചർമാർക്കും ബുദ്ധി ഉണ്ടോ? സെൻസ് ഉണ്ടാവും അല്ലേ? ഏകദേശം ഒരു സെൻസ് ഉണ്ടാവില്ലേ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വ്യക്തി, ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതായത് ഒരു നല്ല ടീച്ചേഴ്സ് ഇല്ലാതെ മികച്ച സംവിധാനങ്ങൾക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മികച്ച സംവിധാനങ്ങൾ ഒരു സ്കൂളിൽ ഉണ്ടെങ്കിലും നല്ല ടീച്ചേഴ്സ് ഇല്ലാതെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സക്സസ് ആവില്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണോ? ശരിയാണ് മാം. അല്ലെ? ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ചിലപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങള്, പുതിയ പുതിയ ടെക്നോളജി, എക്വിപ്മെന്റ് എല്ലാരും ഒക്കെ ഉണ്ടാകും. എല്ലാവരും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ നല്ല അധ്യാപകരില്ലെങ്കിൽ ആ സ്കൂള് മികച്ചതാവില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാമോ? ഏതെങ്കിലും കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാമോ? ഒരു സ്റ്റോറി ഇല്ലേ, മിസ്സിസ് തോംസണും ടെഡിയും തമ്മിലുള്ള? ഒന്ന് പറയാമോ? ഒന്ന് ഷെയർ ചെയ്യാമോ നൗഫല? എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മിസ്സിസ് തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ടീച്ചറായിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ എപ്പോഴും സ്റ്റുഡൻസിനോട് രാവിലെ വന്നിട്ട് ഒരു ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറയും. പക്ഷെ ഒരു കുട്ടി എപ്പോ മനസ്സിൽ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ആ ടീച്ചർ സംസാരിക്കുക. ആ കുട്ടി എന്ന് വെച്ചാല് അങ്ങനെ മുടിയൊന്നും ചെയ്യുകയില്ല, ഒരു അലസതമായിട്ടുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ എപ്പോ മാർക്ക്, പ്രോഗ്രസ് കാർഡിലെല്ലാം മാർക്ക് കുറവുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് പ്രിൻസിപ്പൾ ഒരു ദിവസം ഈ മിസ്സിസ് തോംസനെ
വിളിപ്പിച്ച് എന്നിട്ട് ചോദിച്ച് എന്താ ആ കുട്ടിയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കാരണം എന്താന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആ കുട്ടി തീരെ ക്ലാസ്സിൽ ഒരു ശ്രദ്ധിക്കുന്നുമില്ല അങ്ങനെ ഇങ്ങനെയാന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്. അന്നേരം പ്രിൻസിപ്പൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നോക്കാൻ പറഞ്ഞു. നോക്കി നോക്കുമ്പോൾ കഴിഞ്ഞ എല്ലാ കൊല്ലങ്ങളിലും ഏറ്റവും ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയായിരുന്നത് ടെഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിക്ക് മാർക്ക് അന്ന് 100-ൽ 100 തന്നെ എല്ലാ വിഷയത്തിലും ഉണ്ട്. പക്ഷെ കാര്യം എന്നിട്ട് അത് അന്വേഷിച്ചപ്പോ പ്രിൻസിപ്പളോട് കാര്യം അന്വേഷിച്ചപ്പോ പറഞ്ഞ് ആ കുട്ടിയുടെ അമ്മ ക്യാൻസർ ബാധിച്ച് മരിച്ചുകൊണ്ട് പഠനത്തിലെല്ലാം ഡൗൺ ആയി പോയതാണ്. അങ്ങനെ ഈ തോംസന് മനസ്സിലൊരു തീരുമാനം എടുത്ത് ഞാൻ ആ കുട്ടിയെ എന്തായാലും ഉന്നതങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടീനോട് എപ്പോഴും മിസ്സിസ് തോംസനെ കള്ളത്ര പറയല് രാവിലെ ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ട്. എല്ലാ കുട്ടികളും മുഖത്ത് നോക്കിയിട്ട് ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുട്ടീനെ മനസ്സിൽ വെച്ചിട്ട് ഇല്ല എന്നുള്ള രീതിയിൽ ഇപ്രാവശ്യം തോംസൺ ക്ലാസ് കയറിയിട്ട് പറഞ്ഞ് ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ടെഡി ഐ ലവ് യു എന്നും കൂടി പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് ഭയങ്കര ടീച്ചറോടൊരു അമ്മയോടുള്ള ഒരു സ്നേഹം വന്ന് എല്ലാ കാര്യത്തിലും ആ ടീച്ചർ ഭയങ്കര കെയറിങ്ങും ഇതെല്ലാം കൊടുത്തായി ടെഡിക്ക്. അങ്ങനെ ടീച്ചറോട് ഭയങ്കര എന്തോ ഒരു ഇഷ്ടമായി. എനിക്ക് ലാസ്റ്റ് സെന്റ് ഓഫിന്റെ ദിവസം ടീച്ചർക്ക് ഒരു ബ്രേസ്ലെറ്റും ഒരു ഉപയോഗിച്ച ബാക്കി പെർഫ്യൂമാണ് കൊടുത്തത്. ടീച്ചർ ബാക്കി എല്ലാ കുട്ടികളും ഭയങ്കര ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. ഈ ടെഡി ഇതാ കൊണ്ടെടുത്തത്. എന്നിട്ട് ടെഡി അത് അന്നേരം തന്നെ ടീച്ചർ പൊളിച്ചിട്ട് പിന്നെ സ്പ്രേ അടിക്കുകയും ചെയ്ത് ബ്രേസ്ലെറ്റിൽ മുത്തുകളെല്ലാം പോയ ബ്രേസ്ലെറ്റ് ആ ബ്രേസ്ലെറ്റ് അണിയുകയും ചെയ്ത്. അപ്പൊ ടെഡി വന്നിട്ട് നല്ലോണം മുറുക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ എനിക്ക് എന്റെ അമ്മയെ ഫീൽ ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ട് ടെഡി ടീച്ചർ ഇതുകൊണ്ട് പഠിച്ച് ഒരു വലിയൊരു ഡോക്ടറായി. പിന്നെ കല്യാണത്തിന് ടെഡി ഒരു കത്തയച്ച് ടീച്ചർക്ക്, ടീച്ചർ എന്തായാലും കല്യാണത്തിന് വരണം എന്റെ കല്യാണം. അങ്ങനെ ആ ടീച്ചർ വന്ന് ഏറ്റവും ബാക്കിൽ ഇരിക്കാൻ നോക്കുമ്പോൾ ടീച്ചറെ ആ വ്യക്തി കൈപിടിച്ചിട്ട് മുന്നിലത്തെ സീറ്റിൽ എഴുതി വെച്ചിട്ട് ഇത് റിസർവ് ചെയ്തതാ എന്റെ അമ്മക്ക് വേണ്ടി. നോക്കുമ്പോ ഈ ടീച്ചറാ ടെഡി കരുതിയത് അമ്മ എന്ന നിലയിൽ കരുതിയിട്ട് എല്ലാ രീതിയിലും ഈ അമ്മേന്റെ ഒരു വാത്സല്യവും സ്നേഹവും എല്ലാം അനുഭവിച്ചറിഞ്ഞത് ആ ടീച്ചറിലൂടെ. പിന്നീട് ടെഡി എന്ന സ്റ്റുഡന്റ് ഇന്ന് ഉന്നതങ്ങളിൽ എത്താൻ കാരണം ആ ടീച്ചറാണ്. ടീച്ചർ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ടെഡി ഡോക്ടർ ആയതും വലിയ വലിയ പൊസിഷനിലേക്ക് എത്തിയതല്ല. ഈ ഒരു സ്റ്റോറി. ഓക്കെ താങ്ക് യു. നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. മിസ്സേ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് കണക്ട് ചെയ്യാമോ ടീച്ചറില്? അത് ഫിലിമിലുള്ളതാണ്. ആരെങ്കിലും പറഞ്ഞറിയില്ല, എന്റെ നെറ്റ് തീർന്നു. നമ്മുടെ പൃഥ്വിരാജ് ആക്ടറായിട്ട് വരുന്ന മാണിക്കക്കല്ല് എന്ന് പറഞ്ഞ മൂവി, അതാണ് ഇതുമായിട്ട് എനിക്ക് ഏറ്റവും ഒരു റിലേഷൻ ആയിട്ട് തോന്നി. കാരണം ആ ഒരു വണ്ണാമല എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പരിസരത്ത് എല്ലാരും മോശമെന്ന് കരുതിയിരുന്ന ഒരു സ്കൂൾ സിസ്റ്റം ആയിരുന്നല്ലോ അവിടുത്തെ ഗവൺമെന്റ് UPS. അവിടെ പൃഥ്വിരാജ് ആ ഒരു ടീച്ചർ റോളിൽ വന്ന് നമ്മുടെ ഈ ഒരു പോയിന്റ്സിൽ പറയുന്ന ഗുഡ് ഡിസിപ്ലിൻ ആൻഡ് ക്യാരക്ടർ ഫോർമേഷൻ ആസ് എ ടീച്ചർ ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ് അല്ലേ. നല്ല ഒരു രസന കമന്റ് ഇടുന്നു. ഓക്കെ, നല്ല ഒരു ടീച്ചറിന്റെ റോളിൽ വന്നു. അതായത് ആ സ്കൂളിന്റെ തന്നെ പകുതി പ്രശ്നവും മൊത്തം പ്രശ്നവും 99% അവിടെ നിന്ന് തുടച്ചു നീക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ബിസൈഡ്സ് ഹിസ് ക്ലെവർനെസ് ആൻഡ് ഫ്രഷ്നെസ്, ബുദ്ധിപൂർവ്വം, അതേപോലെ സ്വന്തമായിട്ട് ഓരോ കുട്ടികളെയും പഠിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ, അത് നമുക്കിപ്പോ പോസിബിൾ അല്ല, എന്നാലും നമ്മുടെ ആ ഒരു പേരൻസുമായിട്ടുള്ള ആ ഒരു ഇത് കുട്ടികളെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അവരെ ഇത് ചെയ്യാൻ പറ്റും. അവരുമായിട്ടുള്ളൊരു ബോണ്ട്, ഒരു റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ തന്നെ പറഞ്ഞു, ദിസ് വിൽ ഡിപ്പെൻഡ് ഓൺ ഹിസ് കീൻ ഇൻസൈറ്റ്, അതേപോലെ പേഷ്യൻസ്, ക്ഷമ, സിമ്പതി, ലവ്, സ്നേഹം, നീതി, അതേപോലെ ഇംപാർഷ്യൽ, എല്ലാ കുട്ടികളെയും ഒരേപോലെ കണ്ട് അവരെ ആ ഒരു പഠനത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു രീതി, ആ ഒരു വേ ഓഫ് ടീച്ചിങ്, അതിലൂടെ തന്നെയാണ് ആ സ്കൂളോട് കൂടി ആ സിസ്റ്റം തന്നെ ഓവർകം ചെയ്യാൻ അവർക്ക് പറ്റി. നല്ലൊരു സ്കൂളിന്റെ പേരെടുത്തു, കുട്ടികൾക്ക് എല്ലാം ബെറ്റർ റിസൾട്ട് കിട്ടി. അപ്പൊ എനിക്ക് ആ ഒരു എക്സാമ്പിൾ ഇതോട്ടെ പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോഴേ കണക്ട് ചെയ്യാൻ പറ്റിയത് മാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ തന്നെ പറയുന്നില്ലേ? അങ്ങനെയാണ് വേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങളാണ് അത് റിലേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെ, നിങ്ങൾ പറഞ്ഞ ഏത് സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ സ്റ്റോറി ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ ക്ലിയർ ആയോ?
ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോ ഈ സ്ട്രോങ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് നമുക്ക് ഒരിക്കലും, അതായത് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താനായിട്ട് സാധിക്കുമെന്നത് കൂടി അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു സ്കൂളിന് എപ്പോഴും മികച്ച പ്രവർത്തനം സാധ്യമാകാൻ കഴിയുന്നത് അവിടെയുള്ള ടീച്ചേഴ്സിന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ഓക്കെ, അവരുണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ഥാപനത്തിന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനം നിലനിൽക്കുള്ളൂ. ഓക്കെ, then അടുത്തത് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാല് പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സിലൂടെ, ഇപ്പൊ ഓരോ ടീച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ടാവാം, ഓരോരോ മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈലായിരിക്കാം, ടീച്ചർ പഠിപ്പിക്കുന്നത് വേറൊരു സ്റ്റൈലായിരിക്കാം. അങ്ങനെ പല നിങ്ങളുടെ ടീച്ചേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലുകൾ ഉണ്ടാവുക. അപ്പൊ ടീച്ചിങ് മെത്തേഡ്സിലൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളിലൂടെ കുട്ടികളിൽ നമുക്ക് ഹൈ മൊറയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഡിസിപ്ലിൻ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഉള്ള കുട്ടികളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സിലൂടെ ഇപ്പൊ മാണിക്യത്തിന്റെ സിനിമ പറഞ്ഞു, അവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടൻ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നത്, ഇംപ്ലിമെന്റ് ചെയ്തത് പുതിയൊരു ടീച്ചിങ് മെത്തേഡാണ് അല്ലെ. അവിടെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടൻ, ആ ഒരു മാഷ് കുറെ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നു. അതിലൂടെ അദ്ദേഹം ഒരു ടീച്ചിങ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. കുട്ടികളിൽ അപ്പാടെ മാറ്റങ്ങൾ ഉണ്ടായി. ശരിയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? പല ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. ടീച്ചിങ് മെത്തേഡിലൂടെ നമുക്ക് കുട്ടികളിൽ എന്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും? ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ഗുഡ് സ്കൂൾ എൻവയൺമെന്റ്. സ്കൂളിന്റെ തുടക്കത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ സ്കൂൾ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. സ്കൂളിന്റെ തുടക്കത്തിൽ തന്നെ സ്കൂളുകൾ അവരുടെ കലണ്ടറുകൾ ശരിയാക്കണം. അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം. സ്കൂൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ ആയിട്ടൊരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാവണമെങ്കിൽ പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ്ങും നമുക്ക് വേണം. സ്കൂളിന്റെ പ്ലാനിങ് അല്ലെങ്കിൽ സ്കൂളിന്റെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ മാസങ്ങളിൽ ചെയ്യാം, എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ, പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കരിക്കുലം, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെഡിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങൾ വേണം, ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ, ബിൽഡിങ്സ് വേണം. അതുപോലെ തന്നെ ഗാർഡൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ ആ സ്കൂളിന്റെ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് പരിമിതമായിട്ടല്ല, കുട്ടികൾക്ക് വിശാലമായിട്ടുള്ള രീതിയിൽ തന്നെ കളിക്കാനുള്ള സ്ഥലങ്ങളും അതിനുള്ള മെറ്റീരിയൽസ്, നമ്മൾ മെറ്റീരിയൽസ് എന്നാണല്ലോ പറയാ. ഓക്കെ, അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം, സ്കൂളിന്റെ എൻവയൺമെന്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, 3 കാര്യങ്ങളും ഓക്കെയാണോ? ടീച്ചർ, ടീച്ചിങ് മെത്തേഡ്സ്, ഗുഡ് സ്കൂൾ എൻവയൺമെന്റ്. അടുത്തത് പറഞ്ഞോട്ടെ ഞാൻ. ഓക്കെ, അടുത്തത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി എഫക്റ്റീവ് ടീം വർക്ക് വരെ നിങ്ങളൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നീങ്ങില്ല. എല്ലാവർക്കും പറയാനുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. ക്ലാസ് ഒന്ന് നീങ്ങട്ടെ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ കമന്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ, കഴിഞ്ഞു. നോക്കിയ നിങ്ങള് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് സ്പോർട്സ്, സ്കൗട്ട്, NCC, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ്, NSS പോലുള്ള പലവിധ എന്താ പറയാ സംഘടന അല്ലെങ്കിൽ എന്താ പറയാ ഓരോരോ ഗ്രൂപ്പ്സുകള് സ്കൂളുകളിൽ ഉണ്ടാകാം. ജോളി വർഗീസ് പറഞ്ഞോ. സ്റ്റുഡൻസ് ടാലന്റ് മാം എന്താ പറയാന്ന് ചോദിച്ചാൽ പറയാം, സ്റ്റുഡൻസ് ടാലന്റ് എല്ലാത്തിനോട് ചേർത്ത് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മാം എന്താ പറയാന്ന് ചോദിച്ചപ്പോ ടാലന്റ് എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഈ തരത്തിലുള്ള കുട്ടികളെ നമ്മൾ സ്പോർട്സിലും അത് സ്കൗട്ട്, NCC, NSS ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുന്നതിലൂടെ എന്താണ് കുട്ടികളിലെ സെൽഫ് കൺട്രോൾ, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ എന്നിവ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ? NCC പോലുള്ള പ്രോഗ്രാംസ് അതൊക്കെ നിങ്ങളുടെ കുട്ടികളുണ്ടോ? പങ്കെടുപ്പിക്കാറുണ്ടോ? യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ തന്നെ പോകും അല്ലെ? ഭയങ്കര ഡിസിപ്ലിൻ ആണ് ഉണ്ടായിരുന്നത് അല്ലെ? നമുക്ക് പണിഷ്മെന്റ് കിട്ടൂലേ നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ? ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ കൂടുതൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് മെച്ചപ്പെടുന്നു, അവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദെൻ അടുത്തതാണ് സെൽഫ് ഗവൺമെന്റ് ഇൻ സ്കൂൾസ്. സെൽഫ് ഗവൺമെന്റ് ഇൻ സ്കൂൾസ് ഉണ്ടായിരുന്നു അല്ലെ? NCC ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു NCC എക്സ്പീരിയൻസ്. NCC ഞാൻ ജൂനിയർ വിംഗ് തൊട്ട് ഉണ്ടായിരുന്നു, 7 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സ് കാഡറ്റ് ആയിട്ടൊരു 3 വർഷവും കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 10ാം ക്ലാസ് ആകുമ്പോൾ നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുത്തു. എല്ലാ കാഡറ്റ്സും ഇന്ത്യയിലുള്ള എല്ലാ ഇടത്തൊക്കെ ബറ്റാലിയനിൽ നിന്നും വരുന്നു. അങ്ങനെ ഒരു 63 മാർക്ക് എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ 4 ക്യാമ്പിൽ ബെസ്റ്റ് കാഡറ്റ് ആയിരുന്നു. അന്ന് AK ആന്റണി സാർ ഉണ്ടായിരുന്ന സമയമാണ്. സാറാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു ബെസ്റ്റ് കാഡറ്റ്. അപ്പോ ഡിസിപ്ലിൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ടൈമും പങ്ക്ച്വാലിറ്റി 7:30ക്കാണ് നമുക്ക് പരേഡ് തുടങ്ങുക. അപ്പോൾ 7:30 എന്ന് പറയുമ്പോൾ 7:10 ആവുമ്പോഴത്തേക്ക് എല്ലാവരും ഗ്രൗണ്ടിൽ കറക്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഒരു തവണ വൈകിയപ്പോഴത്തേക്കും 7 തവണ ഗ്രൗണ്ടിൽ ഓടിച്ചു. പണിഷ്മെന്റ് ഉണ്ടായിരുന്നു. ഫുൾ പണിഷ്മെന്റ് തന്നെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മെസ് ഡ്യൂട്ടി ഉണ്ടാവും. അങ്ങനെ പല ഡ്യൂട്ടികളും തരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ടൈമിൽ അവിടെ എത്തിയിരിക്കണം, നമ്മുടെ ഡ്യൂട്ടി ചെയ്തിരിക്കണം. പിന്നെ സംസാരങ്ങളൊന്നുമില്ല, ഓൺലി വേണ്ട കാര്യങ്ങൾക്ക് മാത്രം സംസാരം. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജും എല്ലാം കറക്റ്റ് പക്ക ആയിരിക്കണം. സാധാരണ നമ്മൾ സിംപ്ലിൽ നിന്ന് ഒരാളോട് സംസാരിക്കുന്ന പോലെയല്ല, അതിൻ്റെതായിട്ടുള്ള ഒരു പരേഡിൻ്റെതായിട്ടുള്ള എല്ലാതും നമ്മൾ കാണിച്ചിരിക്കും. മാനറിസം മൊത്തം ആ ഒരു പരേഡ് തീർന്ന് വീട്ടിലേക്ക് പോകുന്നവരെ നമ്മുടെ ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും ഒക്കെ ഉണ്ടായിരിക്കണം. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കാഡറ്റായിട്ട് വന്നു, പിന്നെ ലാൻസ് കോർപ്പറായി, പിന്നെ അതിനുശേഷം സർജന്റായി, സീനിയറായി, അണ്ടർ ഓഫീസറായി ഒക്കെ നിന്നിട്ടുണ്ട്. പിന്നെ റൈഫിൾ പരേഡിന് പാലക്കാട് കോട്ട മൈതാനത്ത് റൈഫിൾ പരേഡ് ചെയ്യാനും എനിക്കൊരു ഭാഗ്യം കിട്ടി. .22 റൈഫിളിൽ വെച്ചായിരുന്നല്ലോ നമ്മള് റൈഫിൾ പരേഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ? സ്പോർട്സ് ഉണ്ടപ്പോ? ഞാൻ സ്പോർട്സിൽ 10 വരെ ഉണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ്സിന് ശേഷം പിന്നെ സ്പോർട്സിൽ ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടായിരുന്നു 100 മീറ്റർ. അതിനും എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. ഈ ടെസ്റ്റുകളൊന്നും എഴുതാറില്ലേ? ടെസ്റ്റുകൾ എഴുതാറുണ്ടോ? ടെസ്റ്റുകൾ എഴുതാറുണ്ട്. പക്ഷെ എനിക്ക് ഹൈറ്റ് 146 ഉള്ളൂ. എനിക്ക് യഥാർത്ഥത്തിൽ NCC അഡ്മിഷൻ കിട്ടിയത് തന്നെ 25% നമ്മുടെ ഇതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ളവരെ അതിലേക്ക് ചേർക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ NCC കയറിയത്.
പണ്ട് എല്ലാരും കളിയാക്കും നിനക്ക് എവിടെ എല്ലാരും കളിയാക്കുമായിരുന്നു നിനക്ക് എവിടെ NCC കയറാൻ പറ്റും നിന്റെ ഈ ഹൈറ്റ് വെച്ചിട്ട്. പൊതുവെ ഞാൻ ഹൈറ്റ് കുറവാണ്. അപ്പം നിനക്ക് ഒരിക്കലും അവിടെ എത്തിപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എവിടെയാണ് എത്തിപ്പെടാൻ പറ്റാത്ത അവിടെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കഴിവുകളിലൂടെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ അവിടെ എത്തൂലായിരുന്നു. വെറും 146 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പൊ NCCയിൽ ഒരിക്കലും അത്ര ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമുക്ക് നാഷണൽ ലെവലിലുള്ള ക്യാമ്പുകളിലോ അങ്ങനെയൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല, റൈഫിൾ പരേഡിലോ. പക്ഷെ നമ്മുടെ ആ ഒരു കഴിവിനനുസരിച്ച് നമുക്ക് അതിലൊരു സ്ഥാനം കിട്ടി എന്നുള്ളതാണ്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. ഞാൻ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ ചേർന്നുണ്ടെങ്കിൽ അത് NCC മാത്രമാണ്. സെൽഫ് ഗവൺമെന്റ് സ്കൂൾസ് ഒരാൾ പറയട്ടോ, നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? ഞാൻ തമന്നയാണ് വിളിക്കുന്നത്. കാരണം തമന്നയുടെ ഡ്രസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്, DP ഇട്ടേക്കുന്നേ. അപ്പൊ അതുകൊണ്ടാണ് തമന്നയാണ് എനിക്ക് ആദ്യം തന്നെ ശ്രദ്ധയിൽ വരുന്നത്. കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഡ്രസ്സിലോട്ടാ പോവാ. അതുകൊണ്ടാണ് തമന്ന വിളിക്കുന്നത് ഇടയ്ക്ക്. ഓക്കെ, ആരാ പറയാ? കല്യാണ വേഷമാണത്. മണവാട്ടിയുടെ വേഷമാണ്. അതുകൊണ്ട് ഭയങ്കര ആ ഡ്രസ് കണ്ണിൽ പെടുന്നു ഏത് സമയം. തന്നെ പറഞ്ഞോളൂ. സെൽഫ് ഗവൺമെന്റ് സ്കൂൾ നമ്മൾ ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. കോ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിനകത്തും പറയുന്നത്. സെൽഫ് ഗവൺമെന്റ് സ്കൂൾ. ഓക്കെ. സെൽഫ് ഗവൺമെന്റ് എനിക്ക് വായിച്ചപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. രണ്ടും ഇതേപോലെ NSS മുകളിലും താഴെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് തന്നെയായിട്ട് തോന്നി. അതിൽ നമുക്ക് ഡിസിപ്ലിൻ, കുട്ടികളുടെ ഡിസിപ്ലിൻ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ജിഷ ഷെയർ ചെയ്ത പോലെ NCC ആയാലും പക്കാ ഒരു പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാവാം എന്നുള്ളതൊക്കെ ഈ ഒരു ആക്ടിവിറ്റീസിൽ കൂടെയൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ എന്താണ്, the sharing of authority and responsibility with sympathetic and friendly teachers will provide first hand practical training. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസം, മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഈ ഒരു അതോറിറ്റി, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഈ വഴിയുള്ള ആക്ടിവിറ്റീസിലൂടെയൊക്കെ കിട്ടും എന്നുള്ളതാണ് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. അതെ, അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ജിഷ, എഫക്റ്റീവ് ടീം വർക്കേഴ്സ് എന്ന് പറഞ്ഞേ. ജിഷ, എഫക്റ്റീവ് ടീം വർക്കേഴ്സ് എന്നോടാണോ ടീച്ചർ? അതെ, ജിഷയോടാണ്. എഫക്റ്റീവ് ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ടീമിനകത്ത് ഉണ്ടായിരുന്ന അംഗങ്ങൾ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ അതിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ടീമിലേക്ക് ഒരു വർക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് വലിയൊരു പ്ലാനിങ്ങിലൂടെ ആയിരിക്കണം. കാരണം ആർക്ക് ഏതൊക്കെ കഴിവുകൾക്കനുസരിച്ച് അത് മാക്സിമം നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റും എന്നറിഞ്ഞിട്ട് വേണം നമ്മൾ വർക്കുകളെല്ലാം ഡിവൈഡ് ചെയ്യാനുള്ളത്. പിന്നെ ടീം വർക്കിൽ വരുന്നത്, ഒരു ടീമിൽ നല്ലൊരു ഫോളോവർ ഉണ്ടാവും, നല്ലൊരു ഒബ്സർവേറ്റർ ഉണ്ടാവും, നല്ലൊരു എന്താ പറയാ പ്രസന്റേഷൻ ചെയ്യുന്ന ആളുണ്ടാവും. അതോടൊപ്പം തന്നെ കോർഡിനേറ്റർ അല്ലെങ്കിൽ ലീഡർഷിപ്പ്, കോർഡിനേറ്റ് ചെയ്യുന്ന ആളും ലീഡർഷിപ്പ് ഉള്ള ഒരാളും, അങ്ങനെ ഈ 4 വിധത്തിലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു ടീം ഉണ്ടാവും. അപ്പൊ ആ ടീമിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. ആ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പിഴവ് ഉണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നവര്, നമ്മൾ എന്തൊക്കെയാണോ ലിസ്റ്റ് ചെയ്തത് അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് അതേ സ്ട്രക്ചറിലാണോ നമ്മൾ ആ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ ആ ഒരു ഫോളോവറിന് സാധിക്കും. അതോടൊപ്പം തന്നെയാണ് ലീഡർ, അതായത് എങ്ങനെ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, ആരൊക്കെ ചെയ്യണം, എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുക, അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യാൻ ഒരാള് ഉണ്ടെങ്കിൽ നമുക്ക് സമയബന്ധിതമായിട്ട് ഏതൊരു കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രസന്റ് ചെയ്യുക, അതായത് നമ്മൾ ഏത് ടീം വർക്കിലും നമ്മളൊരു സംഭവം പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്ഷന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിന് വേണ്ടിയാണല്ലോ ഒരു ടീം വർക്ക് ഉണ്ടാവുക. അപ്പോൾ ആ വർക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ ക്രോഡീകരിച്ച എല്ലാ കാര്യങ്ങളൂടെ ഒരുമിച്ച് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു വർക്കിന്റെ ഏറ്റവും അവസാന ഘട്ടം പൂർത്തീകരിക്കാൻ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാണ് സാധിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ടീം വർക്ക് ജിഷ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, സ്കൂളിലെ ജീവനക്കാർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാകണം.
അല്ലെ? കോർപ്പറേഷൻ അവർ തമ്മിൽ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരിക്കണം, അവർ തമ്മിൽ ഐക്യം ഉണ്ടാകണം. ഇത് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ അവരുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് ഇത് സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അതായത് അവര് ടീച്ചേഴ്സിന്റെ ഇടയിലുള്ള കോപ്പറേഷൻ കണ്ട് ഇതാണ് അവര് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഓഫീസിൽ സ്റ്റാഫ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പരദൂഷണം പറയുന്ന ടീച്ചർമാരെയാണ് കാണുന്നതെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? അത് അതേപോലെ തന്നെ പകർത്താനായിട്ട് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് കുട്ടികൾക്കിടയിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ അതൊരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടതല്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. സ്കൂളിന്റെ എൻവയൺമെന്റിൽ തികച്ചും ടീച്ചേഴ്സ് തമ്മിലും അതുപോലെ തന്നെ സുപ്പീരിയർ അതുപോലെ മാനേജ്മെന്റ് തമ്മിലും പരസ്പരം ഒരു കോർഡിനേഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ പരസ്പരം അവര് സഹകരിച്ച് വേണം മുന്നോട്ട് പോവാൻ. ഇതാണ് കുട്ടികള് അവരുടെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ സ്കൂളിന്റെ ടീം വർക്കുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെ? സ്കൂളിന്റെ യൂണിറ്റി അല്ലെങ്കിൽ ആ ടീച്ചേഴ്സുമായിട്ടുള്ള ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആരാണ് ആ കോർഡിനേറ്റ് ചെയ്യുന്ന ആള് സ്കൂളില്? ഹെഡ് മാസ്റ്റർ ആണ്. HM ആണ്. HMനാണ് ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അധികാരമുള്ളത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, ബിൽഡിംഗ് അപ്പ് ട്രഡീഷൻസ്. ചില സ്കൂളുകള് ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ചില സ്കൂളുകളിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ചില സ്കൂളുകള് അവരുടേതായിട്ടുള്ള ട്രഡീഷൻസ് ഫോളോ ചെയ്തിട്ടാണ് അവരുടെ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്നത്, അല്ലെ? നമുക്ക് വേണമെങ്കിൽ പള്ളി സ്കൂളുകളൊക്കെ എടുക്കാം, അല്ലെ? അതായത് നമ്മുടെ കന്യാസ്ത്രീ മഠത്തിൽ, അതായത് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നടത്തുന്ന സ്കൂളുകളൊക്കെ പക്ക ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്കൂളുകളായിരിക്കും. ശരിയാണോ ഞാൻ പറയുന്നത്? അങ്ങനെ പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? മാം പഠിച്ചിട്ടില്ല, പക്ഷെ അടുത്ത് തന്നെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. വീടിന്റെ അടുത്തുണ്ട് അല്ലേ? ഞാൻ പഠിച്ചത് സിസ്റ്റേഴ്സ് നടത്തുന്ന കോളേജിലാണ് ഞാൻ പഠിച്ചത് കേട്ടോ. ഞാനും 12th വരെ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിലാണല്ലോ പഠിച്ചത്. ഓക്കെ, അപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള ട്രഡീഷൻസ് ഉണ്ടാകും, അവരുടേതായിട്ടുള്ള കൾച്ചർ അവർ ഫോളോ ചെയ്ത് വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകും. ആ ഒരു കാര്യമാണ് അവരെപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അതിലൂടെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവര് അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതാണ്. അത് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, ഓഫ് ചെയ്യുക. ഓക്കെ, ഇസ്ലാമിക് സ്കൂളിലാണ് അല്ലെ? ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. മക്കള് അമൃതയിലാ മാം. അമൃതയിലാവുമ്പോ അവിടെ നല്ലോണം യോഗ, പിന്നെ ഒരുപാട് പൂജകളും കാര്യങ്ങളും ഭഗവത്ഗീതയും എല്ലാം ഉണ്ട്. മോള് സംസ്കൃതം ആയതുകൊണ്ട് അവൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത് വലിയവരെ ബഹുമാനിക്കണം എന്നതുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പല സ്കൂളുകളിലും ഇപ്പൊ ഇല്ല. അതവിടെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്തരത്തില് ട്രഡീഷൻസ് പിന്തുടരുന്ന ഫോളോ ചെയ്യുന്ന സ്കൂളുകളിലായാലും അല്ലെങ്കിൽ കോളേജ് ഏതൊരു എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലായാലും ഇങ്ങനത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് അവിടെ ഡിസിപ്ലിൻ ഉണ്ടാവാറുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഒരു വിദ്യാർത്ഥിയുടെ പിറന്നാളാണെങ്കിൽ പോലും പല സ്കൂളുകളിലും അത് ആചരിക്കുന്നുണ്ട്. അതിലൂടെ ഒരു സ്വീറ്റ് എന്ന് വെച്ചാൽ കൽക്കണ്ടായിരിക്കും, അത് വെച്ചിട്ട് എല്ലാവരും വിഷ് ചെയ്യുക, ഒരു സ്റ്റേജ് ഒരു അസംബ്ലി ഉള്ള ദിവസമാണെങ്കിൽ അതൊക്കെ കുട്ടികളിൽ വലിയൊരു പ്രചോദനമാണ്, അല്ലേ മാം? അതെങ്ങനെയൊക്കെ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ ആണ് ഇതിനകത്ത് പറയുന്നത്, ജുഡീഷ്യസ് യൂസ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്. ജോളി വർഗീസെ, ഒന്ന് മനസ്സിലായ കാര്യം പറയാമോ എന്താണെന്ന്? പനിയാണ്, സംസാരിക്കാനായിട്ട് ഇച്ചിരി പാടാമാ ക്ലാസ് എടുക്കാന്. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആയാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെയോ? ഓക്കെ, ആരാ പറയാ? സാരില്ല, പിന്നെ നോക്കാം നമുക്ക്. ആരാ പറയാ? വേറൊരാള് പറഞ്ഞു. ഇപ്പൊ ജിഷയും കമന്യൊക്കെ പറഞ്ഞു. ഇനി വേറൊരാള് പറയൂ. രണ്ടുപേരും മാത്രം വേണ്ടിയിട്ട് കാര്യമില്ല, നമ്മൾ എല്ലാവരും സംസാരിക്കണം കേട്ടോ. ആരാണ് പറയാ? മുഫീദ, എഡ്യൂക്കേഷൻ. രേഷ്മ രാഘവൻ. അല്ല, മുബീന പറയാണെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. മുബീനയോട് പറയാനോ? മുഫീദ.
ആള് പറയുന്നുണ്ടോ? മാം ഞാനിത് വായിച്ചു നോക്കിയിട്ടില്ല. വായിച്ചു വായിച്ചോണ്ടാവും. നോക്കിയിട്ടില്ല. ആരാണ്? ഞാൻ ഹെഡിങ് വെച്ച മാം പറയാൻ പോണത്. ആ. അപ്പൊ എന്റെ മോനെ LKG പഠിക്കുന്നത്. അപ്പൊ ആ. അവര് ഓരോ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നന്നായി കഴിഞ്ഞാൽ അവർക്ക് ഓരോ സ്റ്റിക്കർ കൊടുക്കും. അപ്പൊ കുട്ടികൾക്ക് അതൊരു എന്താ പറയാ, അവർക്കൊരു റിവാർഡാണത്. അതേപോലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞു മോനാണെങ്കിൽ എന്റെ മോന് ഇത്തിരി കുറുമ്പുണ്ട്. അപ്പൊ അവൻ ഏതൊരു കുട്ടീനെ കടിച്ചപ്പോ അതിനനുസരിച്ച് പണിഷ്മെന്റും ചെയ്തു. അതിപ്പോ എല്ലാ സ്കൂളിലും ഉണ്ട്. ഇപ്പൊ നമ്മള് ക്ലാസ് ഫസ്റ്റിന് ഒരു ടോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബ്ലം കൊടുക്കും ചില സ്കൂളുകളില് പഠിച്ചു കഴിഞ്ഞാൽ. അത്ര അങ്ങനെ വായിച്ചു നോക്കിയിട്ടില്ല മാം, ഞാനൊരു ഹെഡിങ് വെച്ച് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. എന്താണ് ജിഷ മനസ്സിലായത്? എന്താ ജിഷയ്ക്ക് മനസ്സിലായത്? എന്താ ജിഷ പറയുന്നു വിചാരിക്കുന്നു, അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കാൻ വെറുതെ ചോദിക്കുള്ളൂ. ആരും ചിലപ്പോ പറയുന്നു വരില്ല. വായിച്ചു നോക്കിയില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പറയാം. അതായത് നമ്മൾ സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ കഴിവ് പ്രൊജക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനേതായിട്ടുള്ള റിവാർഡുകളോ അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങളോ നൽകുക. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ അതിനനുസരിച്ച് ശിക്ഷകളോ അല്ലെങ്കിൽ ന്യായമായ ശിക്ഷകളോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അതോടൊപ്പം പൊതുജനങ്ങളുടെ, അതായത് വളരെ സുതാര്യമായ രീതിയിൽ അവർക്ക് വേണ്ടുന്ന വിധത്തിലുള്ള അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകളിൽ പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള വിധി നിർണയങ്ങളൊക്കെ നടത്തുകയും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ നൽകിയും കൂടുതലായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളെയാണ് പ്രൈമറി സ്കൂളിലെ അധ്യാപകരുടെയും ഒക്കെ ഇടപെടലോടുകൂടി അവരെ കൂടുതലായിട്ട് ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. അതിന് സർക്കാരിന്റെ കുറെ സംവിധാനങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നതെന്ന് തോന്നുന്നു. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളെ കുറിച്ചും അതിന്റെ പദവി ഉയർത്തുന്നതിനെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നതെന്നാണ് എന്റെ ഒരു ധാരണ. ടീച്ചർ ശരിയാണ് കേട്ടോ. കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ റിവാർഡുകൾ കൊടുക്കുക, അതുപോലെ അവരൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കുക. ഇതൊക്കെ പൊതുവായിട്ട് ജനറലായിട്ട് നമ്മൾ കൊടുത്തു വരുന്നതാണ് അല്ലെ. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനോ അല്ലെങ്കിൽ ജിഷ് ടീച്ചറോ നിങ്ങളെ അപ്രിസിയേഷൻ നൽകാറുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു റിവാർഡായിട്ട് സ്വീകരിക്കുക അല്ലെ. ഓക്കെ, അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, ഞങ്ങൾ പിണങ്ങുകയാണെങ്കിൽ അത് ഒരു പണിഷ്മെന്റ് ആയിട്ടും കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വെച്ച് പറയാം. അതുപോലെ തന്നെ ഇവിടെ ജിഷ പറഞ്ഞതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് അവയർനെസ് പ്രോഗ്രാമുകളും മറ്റും അല്ലെങ്കിൽ റിവാർഡ് പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു കാര്യം ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് രാഷ്ട്രപതി ഭവനില് ഇടയ്ക്കിടയ്ക്ക് ചില പരിപാടികൾ, ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യാറുണ്ട് അവരുടെ പ്രൊമോഷന്. അതായത് ഇവിടെ പ്രൊമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കുറച്ചുകൂടി കൂടുതൽ അവരുടെ സ്കില്ലുകളും മറ്റും അവർക്ക് കോൺഫിഡൻസുകൾ മറ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതി ഭവനില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് പരിപാടികൾ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ എന്താ കിട്ടുന്നത്, റിവാർഡായിട്ട് അവർ കാണാം. അവർ ചെയ്യുന്ന ഒരിക്കലും ഒരു കൂലി എന്നോണം അല്ലാതെ കാണുന്നേ, അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവർക്കൊരു റിവാർഡ് കിട്ടുന്നു, അവർക്കൊരു അപ്രീസിയേഷൻ ലഭിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ അവിടുത്തെ ഒരു സെക്കൻഡ് പാരാഗ്രാഫിൽ ഒരു കാര്യം പറയുന്നുണ്ട്. GK ബോൺസ്ലൈ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്, അതായത് കുട്ടികളിൽ ഡിസിപ്ലിൻ ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ ചില കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, GK ബോൺസ്ലയുടെ നേതൃത്വത്തിലാണ് കേട്ടോ. നാഷണൽ ഡിസിപ്ലിൻ സ്കീം എന്നാണ് ആ പ്രോഗ്രാം അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ചില സ്റ്റേറ്റ്സിൽ, അതായത് പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി ആൻഡ് മധ്യപ്രദേശ്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്സുകളില് ഈ ഒരു നാഷണൽ ഡിസിപ്ലിൻ സ്കീം നടപ്പിലാക്കിയിട്ടുണ്ട്. GK ബോൺസ്ലെ അദ്ദേഹം ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. മിലിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉള്ളതാണ്. അപ്പോ
അതിന്റെ ഒരു മോഡലില്, ആ ഒരു RV മോഡലില് ഇവിടെയുള്ള കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം രൂപീകരിച്ചത്. പക്ഷെ ഇത് സക്സസ്ഫുൾ ആയില്ലെന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കും? പക്കാ മിലിറ്ററി ആയിട്ടുള്ള എന്താ പറയാ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ടാവുക. കുട്ടികൾക്ക് അത് എന്താ പറയാ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഡിമെറിറ്റ്സ് ഉണ്ടാകാം. അതുകൊണ്ട് ആ സ്കീം അവിടെ നിർത്തിവെച്ചു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ. പിന്നെ കോർഡിനേഷൻ മാനേജ്മെന്റ് നിങ്ങൾക്ക് ഞാൻ സെമിനാർ ആയിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്ത് നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കുക. ഓക്കെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഗ്രോത്ത് വരുന്നുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് ഗ്രോത്ത് അതിൽ നമ്മുടെ ക്ലിയർ ആവുന്നില്ല ദിവ്യ പറയുന്നേ. പേജ് നമ്പർ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഗ്രോത്ത് വേണോ? അതന്നെ മിസ്സേ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ താഴെ വരുന്ന മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഗ്രോത്ത് അതിന്റെ എവിടം വരെ എടുക്കണ്ടേ? ഓർഗനൈസേഷൻ പെടുവോ അതിൽ? ഓർഗനൈസേഷൻ വരെ എടുക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവിടം വരെ എടുക്കണം കേട്ടോ. നിങ്ങള് അടുത്തതിലോട്ട് പോവാൻ നമുക്ക് പ്രാക്ടിക്കൽ മെഷർ ഫോർ സ്കൂൾ മാനേജ്മെന്റ്. അപ്പൊ ഞാനത് എടുക്കുന്നില്ല, നിങ്ങളാണ് അത് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്ത് വരിക. 4 പേരോടാണ് ഞാൻ പറഞ്ഞത്, 4 പേരും പ്രിപ്പയർ ചെയ്ത് വരിക. ഓക്കെ. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം. നിങ്ങളുടെ അടുത്ത ഒരാൾക്ക് അത് പാസ് ചെയ്യാൻ തയ്യാറുള്ള ഒരാൾക്ക് ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വന്നു, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു ആ സമയത്ത് നിങ്ങൾക്ക് സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തിട്ട് അതിനുള്ള ആളെ അറേഞ്ച് ചെയ്യാം. ഓക്കെ. തമന്ന പോയോ? തമന്നയെ ഞാൻ ഏൽപ്പിക്കുന്നു കേട്ടോ, ഈ ഒരു ചുമതല ഏൽപ്പിക്കുന്നുണ്ട്. കറക്റ്റ്, അതായത് വെള്ളിയാഴ്ചയാണ് നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ വരിക. തലേ ദിവസം വ്യാഴാഴ്ച എല്ലാവരോടും ചോദിക്കുക, എല്ലാവരും പ്രിപ്പയർ ചെയ്തോ എന്നൊക്കെ ചോദിക്കുക. ആരൊക്കെയാണ് ഇപ്പൊ തമനയ്ക്ക് അറിയില്ലെങ്കിൽ ഒന്ന് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ചോദിക്കുക, ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഉണ്ട്, പിന്നെ ഇപ്പൊ ചോദിച്ച ദിവ്യ ഉണ്ട്, രത്ന ഉണ്ട്, പിന്നെ കിട്ടുപോയി ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ദിവ്യ ഉണ്ടായിരുന്നു. ദിവ്യ, അനിമ, രസ്ന, ഒരാളും കൂടി ഇല്ലായിരുന്നു. ഒരാളുണ്ടായിരുന്നല്ലോ. ആരായിരുന്നു അത്? രഞ്ജിനി. രഞ്ജിനി. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോ ചോദിക്കാം, 2 ദിവസം മുമ്പ് ചോദിച്ചു നോക്കുക, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കാരണം എന്ന് ചോദിക്കുക. ഉടനെ തന്നെ അടുത്ത ആൾക്ക് പാസ് ചെയ്യാം. ചെയ്യാതിരിക്കരുത്, നമുക്ക് പെൻഡിങ് വരരുത്. അതുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മള് പോണം അത് കൃത്യമായിട്ട് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. പ്രാക്ടിക്കൽ മെഷർ ഫോർ സ്കൂൾ മാനേജ്മെന്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് നോക്കാം കേട്ടോ. പ്രാക്ടിക്കൽ മെഷർ ഫോർ സ്കൂൾ മാനേജ്മെന്റ് ആർ ഗിവൺ ഇൻ ദ ബിലോ. പ്രാക്ടിക്കൽ മെഷർ എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സ്റ്റാഫ് കൗൺസിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങള്, ഫെമിലിയർ ആണ്. സ്റ്റാഫ് കൗൺസിൽ, സ്റ്റുഡൻസ് കൗൺസിൽ, സ്റ്റാഫ് മീറ്റിംഗ്, സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് പീപ്പിൾസ്, സോഷ്യൽ സർവീസ് സ്ക്വാഡ്സ്, പ്രാക്ടിക്കൽ മെഷേഴ്സ്. ഓക്കെ. എന്നിട്ട് നമുക്ക് ആദ്യം സ്റ്റാഫ് കൗൺസിൽ എന്താണ് പറയുന്നത് നോക്കാം. സ്റ്റാഫ് കൗൺസിൽ കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കും. ഒരു 2 മിനിറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ഒന്ന് വായിച്ചേ, അല്ലെങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, നോക്കാം കേട്ടോ, സമയം പോകുന്നു. സ്റ്റാഫ് കൗൺസിൽ എന്താണെന്ന് നോക്കാം. സ്കൂളിന്റെ എല്ലാ സുപ്രധാന കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് സ്റ്റാഫ് കൗൺസിലിന്റെ എയിമാണ്. സ്കൂളിന്റെ എല്ലാ സുപ്രധാനപ്പെട്ട കാര്യങ്ങളും പ്ലാൻ ചെയ്യുക എന്നതാണ് സ്റ്റാഫ് കൗൺസിലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് സ്റ്റാഫ് കൗൺസില് പല ആളുകളുണ്ട്, അതായത് ടീച്ചേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്താണ് പല കമ്മിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്യും. സ്റ്റാഫ് കൗൺസിലില് ഓരോ കമ്മിറ്റികളായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ അവര് ഡിസ്കസ് ചെയ്യും. ഓക്കെ, വളരെ സ്കൂളിന്റെ പരമപ്രധാനമായിട്ടുള്ള ടോപ്പിക്സ്, ചില വിഷയങ്ങൾ ഉണ്ടാവില്ലേ, അതെന്ത് ചെയ്യും, ഇവര് ഡിസ്കസ് ചെയ്യും. ദെൻ സ്റ്റാഫ് കൗൺസില് ഇടയ്ക്കിടെ സ്കൂളിൽ വെച്ചിട്ട് യോഗം നടത്തേണ്ടതുണ്ട്, ഒരു മീറ്റിംഗ് ആയിട്ട് നടത്തണം. അതുപോലെ തന്നെ ജീവനക്കാരില് സ്റ്റാഫുകളില് ഏറ്റവും മുതിർന്ന അംഗങ്ങളുണ്ടല്ലോ, അവര് സ്റ്റാഫ് കൗൺസിലിൽ ഉൾക്കൊള്ളണം. സ്റ്റാഫ് കൗൺസിൽ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല അതിനകത്ത് തന്നെ പല കമ്മിറ്റികൾ ഡിവൈഡ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതിനകത്ത് വെച്ചിട്ടാണ്, സ്കൂളിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇടയ്ക്കിടെ സ്റ്റാഫ് കൗൺസിൽ മീറ്റിംഗ്സ് നടത്തണം. സീനിയർ ആയിട്ടുള്ള സ്റ്റാഫ് കൗൺസിലില് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് സ്റ്റാഫ് കൗൺസിൽ. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ദെൻ സ്റ്റുഡൻസ് കൗൺസിൽ എന്താണെന്ന് നോക്കാം. സ്റ്റുഡൻസ് കൗൺസിൽ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഡിഫറെന്റ് ഹൗസസ്, അതായത് നമുക്ക് അറിയാം സ്കൂളുകളിൽ പല പല ഹൗസസ് ഉണ്ട് അല്ലെ, ഹൗസസ് ഉണ്ട്, അതുപോലെ അസോസിയേഷൻ, ക്ലബുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹെൽത്ത് ക്ലബ്ബ്, അങ്ങനെയുള്ള ക്ലബുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തെ എന്താ പറയാ സെക്രട്ടറിമാരുണ്ട്, ഇവരാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. അവര് ചേർന്നിട്ട് സ്കൂളിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുക്കണം, അല്ലെങ്കിൽ ഇത് സൂപ്പർവിഷൻ കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റുഡൻസ് കൗൺസിൽ. വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ, അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. ദെൻ സ്റ്റാഫ് മീറ്റിംഗ്സ് ആണ്. എന്താണ് സ്റ്റാഫ് മീറ്റിംഗ്സ് എന്ന് പറയുന്നത്? വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ആഴ്ചയിൽ ഒരിക്കല് സ്റ്റാഫ് മീറ്റിങ്ങുകൾ വിളിക്കണം. സ്കൂളിൽ എന്ത് ചെയ്യണം? സ്റ്റാഫ് മീറ്റിങ്ങുകൾ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റാഫുകൾക്കും കൊടുത്തിട്ടുള്ള ജോലികള് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും വേണം. ഓക്കെ, ഇപ്പൊ സ്റ്റാഫ് മീറ്റിംഗ്സ് നടത്തുന്നത് ഏത് ദിവസങ്ങളാണെങ്കിൽ എപ്പോഴാണ്? 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മീറ്റിങ്ങുകൾ നടത്തിയിരിക്കണം. അതിൽ അവരുടെ ജോലി, അതായത് ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ടീച്ചേഴ്സിനൊക്കെ ചില ജോലികൾ കൊടുത്തിട്ടുണ്ടാവും, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുകൂടി വരുത്തിയിരിക്കണം. ഓക്കെ, 3 കാര്യങ്ങൾ ക്ലിയർ ആണോ? മിസ്സേ 2 ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ളത് ഇതിലില്ലാലോ. 2 ആഴ്ചയിൽ ഒരിക്കലും ഇതിനകത്ത് നമ്മുടെ മീറ്റിംഗ് ഷുഡ് ബി എന്റെ ബുക്കിലും അല്ല 2 വീക്സ് ഒന്നും കാണാറില്ല. ഫോർട്ട്നൈറ്റ്ലി എന്ന് പറഞ്ഞാൽ 2 വീക്സ്. It should be called a fortnightly to discuss the different matters and the staff. പക്ഷെ 2 ആഴ്ചയിൽ ഒരിക്കലും ഉണ്ട് കേട്ടോ, എനിക്ക് അറിയില്ല. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മീറ്റിംഗ് കൂടണം എന്നാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, PDF കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങനെയാണ് കേട്ടോ. എല്ലാ സ്കൂളിലും അങ്ങനെയാണോ? ഒരുവിധം സ്കൂളുകളിൽ അങ്ങനെയാണ്, സ്റ്റാഫ് മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. ഇടയ്ക്ക് ഇമ്പോർട്ടന്റ് ഇപ്പൊ HM വിളിച്ചു ചേർത്താണ്. മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കൽ മീറ്റിംഗ് ഉണ്ടാവണം എന്ന് നിർബന്ധം അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ചില സ്കൂളുകളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവണേ. ചില സ്കൂളുകളിൽ ഉണ്ടാവും, ചില സ്കൂളുകളിൽ ഉണ്ടായില്ല. എന്നാലും പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ മീറ്റിങ്ങുകൾ വിളിക്കണം. മാസത്തിൽ ഒരിക്കലൊന്നുമല്ല ശരിക്കും മീറ്റിങ്ങുകൾ വെക്കേണ്ടത്. സാധാരണ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നോർമൽ ആയിട്ട് നടക്കുന്നെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾസ് നടത്തേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ വർക്ക് ഫോർട്ട്നൈറ്റ്ലി എന്ന് വെച്ചാൽ 2 ആഴ്ചയിൽ ഒരിക്കൽ തന്നെ മീനിങ്.
ഉണ്ടല്ലേ? ഓക്കെ. ഫോർട്ട്നൈറ്റ്ലി അതാണോ? അതന്നെ. ആ അതാണ് ഫോർട്ട്നൈറ്റ്ലി. ഓക്കെ, താങ്ക് യു പറഞ്ഞു തന്നേനെ കേട്ടോ. ഞാനിത് റെഫർ ചെയ്തിട്ടാണ് എഴുതിയത്. അതിനകത്ത് ഞാൻ കണ്ടതാണ് 2 ആഴ്ചയിൽ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട്? ഇല്ല, ക്ലിയർ ആയി. മാം നേരത്തെ പറഞ്ഞ ഒരു പോർഷൻ ഉണ്ടല്ലോ, മറ്റേ ഒരു റിവാർഡ് ആൻഡ് പണിഷ്മെന്റോ? അത് ചെറിയൊരു കുഴപ്പിക്കല് വന്നു. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ടീച്ചേഴ്സിന് റിവാർഡ് കൊടുക്കുന്നതാണോ? അതിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എല്ലാ സ്റ്റേറ്റിലും. ഇപ്പോഴാണ് ഞാനത് വായിച്ചത്. അതായത് കുട്ടികൾക്ക് നമ്മൾ റിവാർഡ് കൊടുക്കാറുണ്ട് അവരെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. മാത്രമല്ല അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാറുണ്ട്. മാത്രമല്ല ഇത് സൊസൈറ്റിയിൽ, അതായത് പബ്ലിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈമറി ടീച്ചേഴ്സിന് രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് ചില ഫങ്ഷൻസ് അവർക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യാറുണ്ട്. അവർക്കൊരു സ്വീകരണ പരിപാടി കൊടുക്കാറുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ, രാഷ്ട്രപതി ഭവനില് ഉള്ളതാണ് സംഭവം. അതായത് നമ്മുടെ ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മറ്റ് സംസ്ഥാനങ്ങൾ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന് അവിടെയുള്ള, അതായത് നമുക്കറിയാം അവിടെയുള്ള എങ്ങനെയാണ് അവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ് എന്നൊക്കെ നമുക്കറിയാം. തീരെ പൂറായിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഏരിയ സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊരു എൻകറേജ്മെന്റിന് വേണ്ടിയിട്ട് അവിടെയുള്ള ടീച്ചേഴ്സിനെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് അവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതില് കുറച്ച് സ്റ്റേറ്റുകൾ പറയുന്നുണ്ട്, പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി, മധ്യപ്രദേശ് ഇതൊന്നും എൻകറേജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കാര്യമാണെന്ന് തോന്നുന്നു മാം. ഒരു നാഷണൽ ഒരു സ്കീം പറഞ്ഞില്ലേ, അതല്ലേ പറഞ്ഞേ? അതിപ്പോ ഞാൻ അല്ല, അത് കണ്ടു മാം. അത് അവരെ കൊണ്ട് ഈ ഒരുപാട് ഡ്രില്ല് പോലെ ചെയ്യിപ്പിച്ച് കുട്ടികളിൽ ആ സ്ട്രെസ് താങ്ങാൻ പറ്റാത്തോണ്ട് അവരത് ഡിസ്കറേജ് ചെയ്യുന്നു. ഞാനിപ്പോ നോക്കിയത് റിവാർഡ്സ് ആണ് ഡൗട്ട്. ചെക്ക് ചെയ്തതാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് നാഷണൽ സ്കീം GK ബോൺസ്ലെ. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഏത് മേഖലയുമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചാൽ മിലിറ്ററി ആണ്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത വീക്ക് സെമിനാർ പ്രിപ്പയർ ചെയ്ത് വരിക. ഞാൻ പറഞ്ഞ ആളുകളെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഒരു വിട്ടുവീഴ്ചയില്ല ഇതിനകത്ത്, മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്പർ തന്നല്ലോ മാം, ഒന്ന് കട്ടാക്കുന്ന ഒരാള് മാത്രമേ നമ്പർ തന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അയാളുടെ നിന്ന് മേടിക്കാം. 2 പേര് നമ്പർ ഇട്ടില്ല, കോണ്ടാക്ട് ഇല്ല. നോക്കൂ, അവര് കോണ്ടാക്ട് ചെയ്യുമെന്ന് നോക്കൂ. എന്നിട്ട് ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ചെയ്യും. അല്ലെങ്കിൽ 2 പേര് വേറെ ഏൽപ്പിച്ചാൽ മതി, അവര് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ദിവ്യ നമ്പർ തന്നല്ലോ, ഒരാളെ കോണ്ടാക്ട് ചെയ്താൽ മറ്റുള്ളവരുടെയും കിട്ടുമല്ലോ. ഓക്കെ, ഒരാളെ കിട്ടി. അയ്യോ, എനിക്ക് വേറെ ആൾക്കാരുടെ നമ്പർ അറിയില്ലല്ലോ. അയ്യോ, ആണോ? അപ്പൊ ഗ്രൂപ്പിലുണ്ടായിരുന്നു. പിന്നെ തമന്നേനെ എനിക്ക് PG ഗ്രൂപ്പിൽ മാത്രമേ പരിചയമുള്ളൂ, സംസാരിച്ചിട്ട് പോലും ഇല്ല. അതെ, നമ്മൾ പാകിസ്ഥാനിലല്ല ജീവിക്കുന്നത് കേട്ടോ, 2 രാജ്യങ്ങളിലല്ല. നമ്പർ കിട്ടി, അടുത്ത ആൾ ഇട്ടിട്ടുണ്ട്. കോണ്ടാക്ട് ഉണ്ടാവുക, ഗ്രൂപ്പ് നല്ലൊരു ഗ്രൂപ്പ്. ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, കോർഡിനേഷൻ ഉണ്ടാവുക, പരസ്പരം എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ടാവുക. ഓക്കെ, PG ആണ് നിങ്ങള്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം.